മാണി കോൺഗ്രസിലെ വിമത വിഭാഗത്തെ ചാക്കിട്ട് പിടിക്കാൻ പി.ജെ. ജോസഫും കൂട്ടരും നടത്തുന്ന കളികൾ വിജയത്തിലേക്ക് എത്തും എന്ന സൂചനയാണിപ്പോൾ ലഭ്യമാകുന്നത്. CPI ഇപ്പോൾ ഇടതുപക്ഷത്തിനുള്ളിൽ പൊട്ടിച്ചിരിക്കുന്ന വെടി അതിൻ്റെ ഒരു സാമ്പിളായി തന്നെ കണക്കാക്കാം. മാണി കോൺഗ്രസ്സിന് ഇടതുപക്ഷത്തിൻ്റെ കൂടെ ചേരാനുള്ള യാതൊരുവിധ അർഹതയുമില്ല എന്നുള്ളത് കോട്ടയം ജില്ലയിലെ CPIയുടെ ജില്ലാ കമ്മിറ്റി തുറന്നടിക്കുകയാണ്. തങ്ങളെപ്പോലെയുള്ള വോട്ട് ഷെയർ ഒന്നും കേരള കോൺഗ്രസ് എമ്മിന് ഇല്ല. മാത്രമല്ല, അവർ നേതാക്കളെ മാത്രം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പാർട്ടിയാണ്. അണികൾ ഇപ്പോഴും UDFിൻ്റെ മനസ്സാണ്. അണികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UDFിന് അനുകൂലമായാണ് വോട്ട് ചെയ്തത്. ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുന്നവർ നന്നേ കുറവാണ്. തോമസ് ചാഴിക്കാടന് കോട്ടയത്ത് കിട്ടിയ വോട്ട് പോലും അതിൽ ഭൂരിഭാഗവും CPIയുടെയും CPIഎമ്മിൻ്റെയും വോട്ടുകളാണ്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ടുകൾ കുറവായിരുന്നു. അഥവാ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആധിപത്യമുള്ള പഞ്ചായത്തുകളിൽ അവിടെ കൃത്യമായി നമുക്ക് നോക്കിയാൽ അറിയാം, UDF വോട്ടുകൾ N ബ്ലോക്കായി തന്നെ ഫ്രാൻസിസ് ജോർജിന് കിട്ടിയതിനോടൊപ്പം തന്നെ മാണി കോൺഗ്രസിൻ്റെ വോട്ടുകളും ഫ്രാൻസിസ് ജോർജിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നതാണ് ജില്ലാ കമ്മിറ്റി പറയുന്നത്. ഇത് പുതിയ അനുരണനങ്ങളിലേക്ക് വഴിവെക്കും എന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയുന്ന കാര്യമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാണി കോൺഗ്രസ്സിന് ഒരു സഹായം എന്ന രീതിയിൽ CPIM കൊടുത്ത ഒരു ഗ്രാൻഡ് ഓഫറിൽ പിടിച്ചു തൂങ്ങിയാണ് 5 സീറ്റുകൾ നേടിയെടുത്തത്. അതിൽ റാന്നി മണ്ഡലം CPIMൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. അതായത് രാജു എബ്രഹാമിൻ്റെ വ്യക്തിപരമായ കഴിവുകൊണ്ട് നേടിയെടുത്ത റാന്നി 1996 മുതൽ രാജു എബ്രഹാം പൊരുതി നേടിയ മണ്ഡലത്തിൽ പ്രബോധ് നാരായണനെ മത്സരിപ്പിച്ചതുൾപ്പെടെ CPIMൻ്റെ പ്രാദേശിക കമ്മിറ്റിക്ക് എതിർപ്പാണുണ്ടായിരുന്നത്. ഇത് തങ്ങൾക്ക് മാത്രമുള്ള എതിർപ്പല്ല, മൊത്തത്തിൽ പാർട്ടി അണികളെ അലോസരപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണിത് എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റി തുറന്നടിച്ചിരിക്കുന്നത്. അത് കുറച്ചുകൂടി കരുത്താണ് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിന് നൽകുന്നത്. മാണി കോൺഗ്രസ് എന്നത് എടുക്കാച്ചരക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നേതാക്കളൊക്കെ CPIഎമ്മിൻ്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെയോ വെൽവിഷേഴ്സായി മാത്രം നിൽക്കുകയും അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. രാജ്യസഭാ സീറ്റ് വീണ്ടും ജോസ് കെ മാണിക്ക് കൊടുക്കാൻ, കാലാവധി തീരുമ്പോൾ കൊടുക്കാനാണ് ശ്രമമെങ്കിൽ CPI ശക്തമായി അതിന് വിപരീതമായൊരു തീരുമാനം എടുക്കാൻ നിർബന്ധിതമാവും. മുന്നണി മര്യാദ എല്ലാവരും പാലിക്കേണ്ടതായുണ്ട്. തങ്ങൾക്ക് അർഹതപ്പെട്ടതാണോ സീറ്റുകൾ എന്നുള്ളത് ജോസ് കെ മാണിയും ചിന്തിക്കണം. ചർച്ചകൾക്ക് ഇനി പ്രസക്തിയില്ല. CPIയോട് കാണിക്കുന്ന നെറികേടിന് എക്കാലവും അടങ്ങിയിരിക്കാം എന്ന് വിചാരിക്കേണ്ട എന്നുള്ളതും CPI നേതാക്കൾ തുറന്നടിക്കുകയാണ്.